ഞാനിവിടെ ചോദിക്കാൻ ഇന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ വക്കം ഗ്രാമപഞ്ചായത്തിലാണ്. വക്കം നിലയ്ക്കാമുക്ക് റോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വക്കം പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് കൂടിയാണിത്. കഴിഞ്ഞ 8 മാസങ്ങൾക്ക് മുമ്പാണ് PWD ഈ റോഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇതിൻ്റെ ഭാഗമായി റോഡ് 4.5 കിലോമീറ്ററോളം ഭാഗം വെട്ടിപ്പൊളിച്ചിട്ടു. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും റോഡിൻ്റെ പണി പല ഘട്ടത്തിലായി ഇഴഞ്ഞു നീങ്ങുന്നൊരു സാഹചര്യമുണ്ടായി. റോഡിലൂടെയുള്ള കാൽനട പോലും അസാധ്യമായതോടെയാണ് നാട്ടുകാർ സംഘടിച്ച് ഒരു ജനകീയ സമിതി ഉണ്ടാക്കി ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇതിനെതിരെ പ്രതിഷേധം നടത്തിയതിൻ്റെ തൊട്ടടുത്ത ദിവസം സ്ഥലം MLA ആയ OS അംബിക PWD എഞ്ചിനീയറുമായി കൂടിക്കാഴ്ച നടത്തുകയും അവിടെ ഉപരോധം എന്ന രീതിയിൽ ഇടപെടുകയും ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ ദിവസം പണി പുനരാരംഭിച്ചു എന്നും അറിയുന്നു. എന്നാൽ ഈ റോഡ് കഴിഞ്ഞ 8 മാസക്കാലമായി ഇത്തരത്തിൽ പൊളിഞ്ഞു കിടന്നതിന് ഉത്തരവാദികൾ ആരാണ് എന്നതാണ് ഈ നാട്ടുകാരുടെ ചോദ്യം. ഇത്രയും മോശമായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയായിട്ട് പോലും ഒരു പ്രതിനിധികളും ഇതിനെതിരെ പ്രതികരിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എന്നാണോ ഒരു ജനകീയ പൗരസമിതി ഇറങ്ങി അപ്പോഴാണ് ഇവർക്ക് ഉണർന്ന് പണി തുടങ്ങിയെന്ന് പറയുന്നത്. ഇത് എത്രത്തോളം കംപ്ലീറ്റ് ആക്കുമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. പിന്നെ ഈ സ്കൂളുകളിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ സ്കൂൾ ബസ് വരുന്നത്, അതായത് മോള് ചെറിയ കുട്ടിയാണ്, അവളും പറയാറുണ്ട്, അമ്മ ഞാൻ എഴുന്നേറ്റ് നിന്നാണ് ഇവിടം വരെ വരുന്നത്. അതായത് ഇരിക്കാൻ പറ്റില്ല, ഒരു സീറ്റിൽ ഇരുന്ന് കഴിയുമ്പോൾ അടുത്ത ഇതിൽ വരുമ്പം എണീക്കുകയാണ്. അത് ഒരു ദിവസം വന്നപ്പോൾ ചുണ്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഡ്രൈവർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഗേറ്റ് ലോക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരുപാട് അപകടങ്ങൾ വരാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗേറ്റ് തുറക്കുമ്പോഴത്തേക്കും എല്ലാ വാഹനങ്ങളും മൊത്തം കുഴിയാണ്. അതിൽ വീണ് ഒരുപാട് പേർക്ക് പരിക്കും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം വെട്ടൂർ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് ഒരു ഓട്ടോ സർവീസ് വിളിച്ചാൽ വരാറില്ല. കാരണം അവരുടെ വണ്ടിക്ക് എന്നും. അതുപോലെ തന്നെ ഞങ്ങളെ വണ്ടി, അത് ഞാൻ പെരുങ്കുളത്താണ് എൻ്റെ ഹസ്ബൻഡ് വീട്, അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ വരുന്നതിനിടയ്ക്ക് വെച്ചിട്ട് 3 പ്രാവശ്യം വണ്ടി കേടായിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് ആ വണ്ടിയുടെ പേരിൽ തന്നെ ഒരുപാട് ചിലവുകളും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ഈ റോഡിന്റെ അവസ്ഥയെപ്പറ്റി ആദ്യഘട്ടങ്ങൾ എന്തെങ്കിലും ഒന്നും നടന്നിട്ടില്ല. പഞ്ചായത്തിന് ആരും ഒന്നും പ്രതികരിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അവർ ഈ റോഡ് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് പോലും ഒരു ജനകീയ കൂട്ടായ്മ ഇറങ്ങേണ്ടി വന്ന് എന്തെങ്കിലും ഒരു ചലനം തട്ടാനായിട്ട്. അപ്പം ഇവിടെ ഇപ്പോൾ പ്രതിനിധികൾ ആരും മാറിയിട്ടില്ല. MLA ആണെങ്കിലോ ബ്ലോക്ക് മെമ്പർ ആണെങ്കിലോ ഒന്നും മാറിയിട്ടില്ല, ഭരണസമിതി ഒന്നും മാറിയിട്ടില്ല. പിന്നെ പെട്ടെന്നൊരു ജനകീയ പൗരസമിതി വന്നപ്പോൾ അവരൊരു റോഡ് പണി കൊണ്ടുവന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ഈ പൊടി വന്നിട്ടാണെങ്കിൽ ചുമ, ജലദോഷം എല്ലാ എല്ലാ വീടുകളിലും ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു 2 വീലറിൽ പോകുന്നൊരു വ്യക്തി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മിനിറ്റത്തേക്ക് അവന് കണ്ണ് കാണത്തില്ല. കണ്ണ് മൊത്തം പൊടിയാണ്. ഹെൽമെറ്റ് വെച്ചാൽ പോലും ചുമ, ജലദോഷം ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും മാറുന്നില്ല. ഇതെല്ലാം ഇവരും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അവരാരും ശക്തമായ ഒരു പ്രതികരണങ്ങളോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടുമില്ല. അവർ എന്തെങ്കിലും നിവേദനം കൊടുത്തിട്ടുണ്ടോ ഇവിടെ? പക്ഷേ പ്രവാസികൾ ഒരുപാട് പേര് ഇതിനെതിരെ ഓൺലൈൻ വഴിയും എല്ലാം പരാതികളെല്ലാം കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ റോഡ് പണി ചെയ്തിരുന്ന കോൺട്രാക്ടർ ഇത് ഉപേക്ഷിച്ച് പോയെന്നൊരു ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അയാളെ തന്നെയാണ് തിന്നും ഈ പണി ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം ഉപേക്ഷിച്ച് പോയ ഒരാളിനെ എന്തുകൊണ്ട് പിന്നെ ഒരു പണി ഏൽപ്പിച്ചു എന്നുള്ളൊരു ചോദ്യമാണ്. അയാൾ എന്തെങ്കിലും ഡിമാൻഡ് വെച്ചിട്ടുണ്ട്, അയാൾ എന്തുകൊണ്ട് അത് ഉപേക്ഷിച്ച് നിർത്തി പോകേണ്ട ഒരു അവസ്ഥ വന്നു? അതെല്ലാം ചോദ്യചിഹ്നങ്ങൾ മാത്രമാണ്. ഒരു 5 മണിക്കൂർ എടുത്ത് ഒരു ജനപ്രതിനിധിക്ക് ഇത് ശരിയാക്കാൻ പറ്റിയെങ്കിൽ ഇത്രയും നാൾ 9 മാസം കൊണ്ട് അവരെവിടെയായിരുന്നു? അതൊക്കെയാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ. അവരുടെ അടുത്ത് ചോദിക്കാനുള്ള കാര്യങ്ങൾ അതൊക്കെയാണ്. എനിക്ക് ഇവർ പറഞ്ഞതിലുപരിയായിട്ട് പറയാനുള്ളത്, കഴിഞ്ഞ 2023 ഓണക്കാലത്ത് കുടുംബശ്രീയുടെ ഓണക്കാല ചന്ത ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രീമതി MLA വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത ഓണത്തിന് മുന്നേ എന്തായാലും റോഡ് പണി കംപ്ലീറ്റ് ചെയ്തിരിക്കും, അതെൻ്റെ വാക്കാണ് എന്ന് പറഞ്ഞൊരു MLA ആയിരുന്നു ഞങ്ങൾ അംബിക മേഡം. ആ വാക്കിനെ തെറ്റിച്ചുകൊണ്ടാണ് ഈ ഓണം കഴിഞ്ഞിട്ടും അവർ ഒന്നിനും ഇറങ്ങാതിരുന്നത്. അപ്പോഴാണ് ഈ പൗരസമിതി ഇങ്ങനെ രൂപീകരിക്കുകയും ഇപ്പോൾ പണി തുടങ്ങുന്നതായിട്ട് കാണുകയും അറിയുകയും ചെയ്യുന്നത്. അത് എത്രത്തോളം നന്നായി വരും, ഏത് മേഖലയിലാണ് അവർ കൊണ്ടെത്തിക്കുന്നതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ എന്തായാലും ഈ പൗരസമിതി ഇനിയും മുന്നോട്ട് ഇങ്ങനെ തന്നെ കൊണ്ടുപോകും. ഞങ്ങളെ അവകാശങ്ങൾ ഞങ്ങൾ ജയിപ്പിച്ച് വിട്ടവരിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ ഞങ്ങൾ പൊതുജനങ്ങൾ ഇങ്ങനെ ഇറങ്ങി എന്തായാലും പ്രതികരിച്ചിരിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ നിലയ്ക്കാമുക്ക് വക്കം പണിയക്കട റോഡിൻ്റെ പ്രവർത്തനം, ഇതിൻ്റെ ടെൻഡർ നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് നമ്മൾ അനുവദിച്ച തുകയിൽ നിന്ന് ഏകദേശം 20% എബവ് ആയിട്ടാണ് ഈ വർക്ക് കോൺട്രാക്ട് എടുക്കുന്നത്, ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നത്. ആ സമയത്ത് ഒരുപാട് അനുമതികൾ തന്നെ മേടിക്കണം. മന്ത്രിസഭയുടെ തീരുമാനം പോലും ഉദ്ദേശിച്ച തുകയിൽ നിന്ന് അധികമായതുകൊണ്ട് മന്ത്രിസഭയുടെ തീരുമാനം പോലും വേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം MLA ഇടപെട്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ ആരിടപെട്ടാണ് ചെയ്തത്? ഇതെല്ലാം MLAയുടെ ശ്രമഫലമായിട്ടാണ് ഇതുണ്ടായത്.
പിന്നെ സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ചാൽ PWDയും വാട്ടർ അതോറിറ്റിയായിട്ടുള്ള ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായതുള്ള സത്യം തന്നെയാണ്. അതിനും അതിൻ്റെ ഒരു പരിശ്രമത്തിൽ MLAയുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് അത് മാറി കിട്ടിയത്. ഈ റോഡിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്തിനായിരുന്നു? ഇവിടെ പേര് പോലും പറയാൻ പറ്റാത്തൊരു സംഘടന, പേപ്പറിൽ മാത്രമുള്ള ഒരു സംഘടന ആദ്യം പണി തുടങ്ങി ഈ വർഷം ജനുവരിയിൽ തുടങ്ങിയ പണി തുടങ്ങുന്ന സമയത്ത് തന്നെ ആദ്യം സൈറ്റിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്. സൈറ്റിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയില്ല ഇത് ശരിയില്ല എന്ന് പറഞ്ഞാൽ അവരെ മാനസികമായിട്ട് സമ്മർദ്ദത്തിലാക്കുന്ന തന്ത്രമാണ് അവർ ആദ്യം പ്രയോഗിച്ചത്. ഈ ജനങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു സംഘടനയും അതിൻ്റെ ഇവിടെ ഇല്ലാത്തൊരു നേതാവ്, പേര് പറയാൻ പോലും യോഗ്യരല്ല അവർ, അതുകൊണ്ട് പേര് പറയുന്നില്ല. തിരുവനന്തപുരത്താണ് സ്ഥിരതാമസം. അതിന് പുറമെ ഇവർ ആരും PWDക്ക് പരാതി കൊടുത്തു. ഓക്കെ, റോഡിൻ്റെ പണി നല്ല രീതിയിൽ നടക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ PWDക്ക് പരാതി കൊടുക്കുന്നത് നല്ല കാര്യം തന്നെ, നമ്മൾ അംഗീകരിക്കുന്നു, നമ്മൾ തള്ളിക്കളയുന്നില്ല. പിന്നെ ഇവർ ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചൊരു കാര്യമുണ്ട്, ലീഗലായിട്ട് ഇവരൊന്നിനും പോയിട്ടില്ല. ഇവർ അവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ചീഫ് എഞ്ചിനീയർ എന്നിട്ട് പറയുന്നത് ഏറ്റവും താഴേക്കടയിലുള്ള ഓവർസീർക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചവരാണ്. അഡ്വക്കറ്റ് ഒരു വർക്കല വിനോദിനെ കൊണ്ട് വഞ്ചൂർ കോർട്ടിൽ നിന്ന് വക്കീൽ നോട്ടീസ് അയപ്പിച്ചതാണ്. മാനസികമായിട്ടും അവരെ നല്ല രീതിയിൽ സമ്മർദ്ദത്തിലേക്കാണ് ഇവർ ഈ പണി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പിന്നെ നമ്മളെ ഭാഗത്തു നിന്നുണ്ട് ഒരു പിഴവെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വകുപ്പുള്ള PWDയും വാട്ടർ അതോറിറ്റിയും വ്യാപിപ്പിക്കുന്നതിൻ്റെ ചെറിയ താമസമാണ് നമുക്കിത് വന്നത്. എത്രയും പെട്ടെന്ന് പണി തീർത്തേ പറ്റുള്ളൂ. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ സംഘടന എന്നുള്ള നിലയിലും പറഞ്ഞിട്ടുണ്ട്, ഈ റോഡ് പണി കഴിയുന്നത് വരെ ഇത് തടസ്സപ്പെടുത്താൻ വേണ്ടി ആര് വന്നാലും അവരെ നമ്മൾ നേരിടും. പണി തടസ്സപ്പെടുത്താൻ ബാക്കി നിങ്ങൾ ലീഗലായിട്ട് ഇത് നടന്നോ നടന്നില്ലയോ അതിൻ്റെ എസ്റ്റിമേറ്റ് പ്രകാരമാണോ നടന്നിട്ടുള്ള എല്ലാം ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പരാതി കൊടുത്തോ. പരാതി കൊടുക്കണം, അന്വേഷിക്കണം. നിയമപരമായിട്ട് എസ്റ്റിമേറ്റ് പ്രകാരമല്ല ഈ പണി നടന്നിട്ടുള്ളതെങ്കിൽ ആ ബില്ല് മാറണ്ട, അയാൾക്ക് പൈസയും കൊടുക്കണ്ട, പക്ഷേ പണി തടസ്സപ്പെടുത്തരുത്. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കൂട്ടായ്മയൊന്നും ഉണ്ടാക്കിയതിനൊന്നും നമ്മൾ ഒരു കാരണവശാലും എതിരല്ല, കൂട്ടായ്മ ഉണ്ടാവണം. അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കൂട്ടായ്മകൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ഉണരേണ്ടവർ ഉണരുള്ളൂ, സത്യം തന്നെയാണ്, അതിനൊന്നും എതിർക്കുന്നില്ല. പക്ഷേ നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇത് ആരാണ് തടസ്സപ്പെടുത്തുന്നത്. എത്ര പരാതികളാണെന്നറിയാം ഇതിൻ്റെ പേരിൽ കൊടുത്തത്. അത് ഒരു പരാതി വിജിലൻസിൽ പോയി, PWD വിജിലൻസിന് കൈമാറിയ ഒരു പരാതി. ആ വിജിലൻസിന് ഒരു പരാതി കൈമാറിയാൽ ഉണ്ടാകുന്ന കാലതാമസം. പിന്നെ നേരത്തെ പറഞ്ഞ് ഈ കൺട്രാക്റ്റിനെ കൊണ്ട് തന്നെ പണി ചെയ്യിപ്പിക്കുന്നു. ഒരു കൺട്രാക്ട് മാറി മറ്റൊരാളിനെ ഏൽപ്പിച്ച് റേറ്റ് ടെൻഡർ ചെയ്ത് വരുമ്പോൾ എത്ര കാലതാമസം എടുക്കും നിങ്ങൾക്ക് സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം. അത് ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കാല് പിടിച്ചാണ് ഇപ്പോൾ MLA അടക്കമുള്ളവർ ഉദ്യോഗസ്ഥന്മാരും അടക്കം ഞങ്ങളടക്കം ഈ പണി ഏറ്റെടുത്ത് ചെയ്യും. ആ ചെയ്യുന്ന പണിയിൽ തടസ്സം വരുത്തും. ഉപരോധമോ വേറെ എന്ത് സമരം നടത്തുന്നതിലും വിരോധമൊന്നുമില്ല. ജനകീയ പൗരസമിതിയുടെ ഒരു ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഇപ്പോഴീ റോഡിൻ്റെ പണി അത് എത്രത്തോളം പൂർത്തിയാക്കുമെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും ഉറപ്പില്ല. അത് ഏത് രീതിയിൽ നടത്തും എന്നും അറിയില്ല, അതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ പണി ഇന്നലെ തൊട്ട് തുടങ്ങി വെച്ചിരിക്കുന്നത്. ഈ റോഡിന്റെ പണി ഈ ആരംഭിച്ചതിന് ശേഷം നിലയ്ക്കാനുണ്ടായ കാരണം എന്താണ്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം? നിലയ്ക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവർ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡ് പണി ചെയ്യുമ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, പാലിക്കേണ്ട കുറേ മാനദണ്ഡങ്ങളുണ്ട്. അത് ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴാണ് അത് നിർത്തിയിട്ട് പല കാരണങ്ങൾ കഴിഞ്ഞ് വാട്ടർ അതോറിറ്റിയുടെ പേര് പറഞ്ഞു, വേറൊരു സംഘടനയുടെ പേര് പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറിയതാണ്. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കേണ്ട രീതിയിലുള്ള ചേർക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചേർത്താണോ ഈ റോഡ് പണി നടക്കുന്നത്? അത് ഞങ്ങൾ ജനങ്ങൾ പണ്ടത്തെ പോലെ അല്ല, ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാം, ഞങ്ങൾ ഇടപെടും. ഞങ്ങൾ ഒരു കാര്യത്തിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ ജനങ്ങൾ ഇടപെട്ട് ചോദ്യം ചെയ്തതിൻ്റെ പേരിലാണ് അവർക്കുണ്ടാകുന്ന നഷ്ടം കൊണ്ടായിരിക്കാം അവർ പിന്മാറി നിന്നതെന്ന് തോന്നുന്നു. ഈ ടൂറിസം മേഖലയിലൊക്കെ വിദേശികളൊക്കെ വരാറുണ്ട്. ഇവിടെ ഒരുപാട് വിദേശികളും മറ്റും വരുന്നതാണ്. അവരൊക്കെ വളരെ മോശപ്പെട്ട അഭിപ്രായം പറഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത്. വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മളിപ്പോൾ ഒരു സ്കൂട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന് പോകാൻ പറ്റത്തില്ല, നിന്ന് ഓടിച്ചുകൊണ്ട് പോകണം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡെയിലി ഇതിനകത്ത് ഏതെങ്കിലും 1-2 പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്യുന്നവരാണ്. ഇപ്പം ഞാൻ തന്നെ ഈ യാത്ര ചെയ്തിപ്പോൾ 3-4 പ്രാവശ്യം ഞാൻ ഗോകുലത്തിൽ കിടക്കേണ്ടി വന്നു. അതായത് നമ്മളെ നടുവൊന്നും കമ്പി കൊണ്ടുണ്ടാക്കി വെച്ചേക്കുന്നതല്ല, മനസ്സിലായില്ല. അപ്പം 3-4 പ്രാവശ്യം നമ്മൾ ഇതിനകത്ത് ഈ വടി, നമ്മളൊരു ജനപ്രതിനിധി കണക്ക് തന്നെ സാമൂഹ്യ പ്രവർത്തകയും കൂടെയാണ്. അപ്പം നമ്മൾ ഈ ഇതിലേ കൂടെ പോകുമ്പോൾ ഏകദേശം 1 വർഷത്തോളമായി ഈ റോഡ് ഇങ്ങനെ പൊടിയടിച്ച് ഒന്നാമത് ശ്വാസം മുട്ടാണ്. ഈ പൊടിയടിച്ച് തന്നെയാണ് ശ്വാസം മുട്ടുണ്ടായത്. പോവാതിരിക്കാനുള്ള കാര്യത്തിന് പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെ പോകുമ്പോഴത്തേക്കും ഇപ്പം കഴിഞ്ഞ 12-ാം തീയതി ഹോസ്പിറ്റലിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഡിസ്ക് വേദന. ഇങ്ങനെ വണ്ടി പോയി ചാടി പോയി. ഇത് തന്നെ ഇപ്പോൾ വന്ന വണ്ടി തന്നെ ഇതുവഴി പോകാനുള്ള വണ്ടിയാണ്. നമ്മൾ ഇതുവഴി ചെറുന്നൂർ വഴിയാണ് പോണത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം നമ്മൾ നോക്കിയിരുന്നു. ഇപ്പോൾ ഇവരൊക്കെ എവിടെ പോയിരുന്നു?
കണ്ണടച്ചിരുന്ന. നമുക്ക് ഈ റോഡ് ഒരു നിലവാരമുള്ള റോഡാക്കി മാറ്റണം. നമ്മളെ സഞ്ചാരയോഗ്യമല്ലാത്തതായിട്ട് ഇപ്പോൾ 1 വർഷത്തോളമായി. അപ്പം നമുക്ക് വേണ്ടത് റോഡാണ്, ഒരു നിലവാരമുള്ള റോഡാണ്. പിന്നെ നമ്മളൊരു ഓട്ടോയിൽ സഞ്ചരിക്കുമ്പോൾ പല്ലുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് പല്ല് പൊട്ടിപ്പോയിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല പലർക്കും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഈ റോഡിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത്രയും കാലം ഈ MLA ആരെയും കാണാനില്ലായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പൊട്ടിമുളച്ചതുപോലെയാണ് ഇപ്പോൾ ഈ റോഡിൻ്റെ പണി നടക്കുന്നത്. അത് എത്രയോളം പോകുന്നു നമുക്കറിയില്ല. ആ നിലയ്ക്കാമുക്കുന്ന് ഈ ഗസൻ ജംഗ്ഷൻ വരെ ചെയ്തത് പെട്ടെന്നൊരു കാട്ടിക്കൂട്ടലായിട്ടേ നമുക്ക് തോന്നുള്ളൂ. ഇതിൻ്റെ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് പോലും നമുക്കറിയത്തില്ല. ഒരു മഴ വന്നാൽ സത്യത്തിൽ ഒലിച്ചു പോകുന്ന രീതിയാണ്. അതും വണ്ടി ഓട്ടിച്ച് ഇപ്പോൾ 2 വീലർ ഓട്ടിച്ച് പോകുമ്പോൾ നമുക്കറിയാം എത്രത്തോളം നിലവാരത്തിലാണ് ഇവരിത് ചെയ്തിരിക്കുന്നതെന്ന്. പിന്നെ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വേറെ ഒന്നുമല്ല. കാര്യം നമ്മളെ അമ്മമാരൊക്കെ ഒരുപാട് വയസ്സായിരിക്കണം. അവർക്കൊക്കെ വേണ്ടി നമ്മളാണ് ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ ഇറങ്ങി സഞ്ചരിച്ച് നമ്മൾ ആണ് ഈ പുറത്തൊക്കെ ഇറങ്ങി ഓരോ ആവശ്യങ്ങൾക്ക് പോകുന്നത്. അപ്പം നമുക്ക് എന്തുമാത്രം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം പോകുമ്പോഴത്തേക്ക് സത്യത്തിൽ അവർക്ക് ഒരു കൗതുകം പോലെയാണ് പല യാത്രക്കാരും നമ്മളെ കാണുന്നത്, സ്ത്രീകളെ കാണുന്നത് ഒരു കൗതുകം പോലെയാണ്. അതല്ല ഈ വണ്ടി 2 വീലർ ഓട്ടിച്ച് പോകുമ്പോഴത്തേക്കും. അപ്പം ഇങ്ങനെ ഒരു ഭരണസമിതി രൂപീകരിച്ച് ഈ ജനങ്ങൾ മാത്രമാണ് ഈ ജനങ്ങളുടെ ഓരോ കൂട്ടായ്മയാണ് ഇന്ന് ഭരണാധികാരികൾ പല ഇതിലായിട്ടിരിക്കുന്നത്. അപ്പം അവരൊന്ന് മനസ്സിലാക്കണം ജനങ്ങളെ. സത്യത്തിൽ ഇത്രയും ഈ വക്കത്തുള്ള സ്വദേശികൾ ഈ നിവാസികളെ അനുഭവിച്ച കണക്കത്തെ ഒരു ദുരിതം എൻ്റെ ഒരു ജീവിതത്തിലും സത്യത്തിൽ ഞാൻ നോക്കുന്നു എവിടെയും അങ്ങനെ കാണത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും കോമൺ ആയിട്ട് വേണ്ടുന്നതാണ് ഈ റോഡ്. ഇത്രയും വീതിയുണ്ട്, പക്ഷേ റോഡ് എന്നും റോഡിൻ്റെ നടുക്ക് റിബൺ ഇട്ട പോലാണ് ടാർ ചെയ്യുന്നത്. അപ്പം മാക്സിമം സ്പേസ് റോഡിനായിട്ട് എടുത്തിട്ടാണെങ്കിൽ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും 2 ബസ്സിന് പാസ് ചെയ്യാൻ പറ്റും, ക്രോസ് ചെയ്യാൻ പറ്റും. അതൊരിക്കലും ചെയ്യാറില്ല. ഇത്രയും വീതിയുള്ള റോഡിൽ ഈ നടുക്ക് റിബൺ ഇടുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അതുപോലെ പെൺകുട്ടികൾ ഒരുപാട് 2 വീലർ യാത്ര ചെയ്യുന്നുണ്ട്. സ്കൂളിൽ ബോയ്സിനേക്കാളും കൂടുതൽ ഗേൾസ് സൈക്കിൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ കുട്ടിയൊക്കെയായാലും വലിയ പെൺകുട്ടിയൊക്കെയാണെങ്കിലും എല്ലാവരും സൈക്കിൾ ബാലൻസിലല്ല വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ പല കുട്ടികളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഓപ്പോസിറ്റ് ബസ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വാഹനം വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ആകെ ടെൻഷനാണ്, പെട്ടെന്ന് കുഴിയിലേക്ക് ഇറക്കും. അപ്പോൾ കുട്ടികൾ പേടിച്ചിട്ട് അവർക്ക് വണ്ടി മറിയുന്നുണ്ട്, ഒരുപാട് അപകടങ്ങൾ വരുന്നുണ്ട്. അതുപോലെ റോഡിൻ്റെ ദുരവസ്ഥ അതൊന്ന് മാറി കിട്ടണം. അത് ഫോർ ദ സേക്ക് ഓഫ് ഡൂയിങ് അല്ല, അത് പ്രോപ്പറായിട്ട് ചെയ്ത് കിട്ടണം. അത് മാക്സിമം വേഗം വേണം. അതിനൊരു ശാശ്വത പരിഹാരം അത്രയേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല. ഇത് ഈ റോഡ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ കിട്ടണം, അത്രയേ ഉള്ളൂ. ഈ റോഡിൻ്റെ നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ കുറച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചൊരു സംഘടനയാണ് താങ്കളുടേത് V4. അതെ. അപ്പോൾ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നിങ്ങൾ വെച്ചത്? V4ൻ്റെ തടസ്സപ്പെടുത്തൽ എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. V4 ആളെ കൂട്ടി പണി തടയാനോ പണി തടസ്സപ്പെടുത്താനോ പോയിട്ടില്ല. ഈ പണിയിൽ കണ്ട പോരായ്മകൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. മന്ത്രി തന്നെ പറയുന്നത് ജനം കാവൽക്കാരനാവണമെന്നാണ്. അതനുസരിച്ച് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി പോരായ്മകൾ നമ്പർ ഇട്ട് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ആ പോരായ്മകൾ പരാതികൾ ശരിയാണെന്ന് കണ്ടുകൊണ്ട് ഇതിൻ്റെ വർക്കിന് മേൽനോട്ടം വഹിക്കുന്ന അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കോൺട്രാക്ടർക്ക് ഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ പരാതികളുടെ ബാക്കി ഭാഗങ്ങളെ ചീഫ് എഞ്ചിനീയർ പരിശോധിച്ച് പരാതി ശരിയാണെന്ന് കണ്ട് വകുപ്പ് കീഴുദ്യോഗസ്ഥന്മാർക്ക് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ പരാതികൾ കൊടുത്തതുകൊണ്ട് ഒരു പണി തടസ്സപ്പെടേണ്ട കാര്യമില്ല. പരാതികളെ പരിഹരിക്കുക, അല്ലെങ്കിൽ പരാതി കഴമ്പില്ലെങ്കിൽ പരാതി മാറ്റിവെച്ചിട്ട് പണി ചെയ്യിക്കുക. ഇതാണ് ചെയ്യേണ്ടിയിരുന്നത്. ഈ പണിയെ സംബന്ധിച്ചിടത്തോളം ഈ റോഡിൻ്റെ പണിയും ആ റോഡ് പണി ചെയ്യുന്നതിന് മുമ്പ് തന്നെ വാട്ടർ അതോറിറ്റിയുടെ പണി ഉണ്ടാകുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. പക്ഷേ ഇലക്ഷൻ പ്രമാണിച്ച് ആ ഇലക്ഷൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് ഈ പണി അങ്ങ് തട്ടിക്കൂട്ടിയതാണ്. ഈ വാട്ടർ അതോറിറ്റിയുടെ പണിയും PWDയുടെ റോഡ് പണിയും കൂടെ കൺസോളിഡേറ്റ് ചെയ്ത് ക്രമീകരിച്ച് നടത്തേണ്ട പണി ഇലക്ഷൻ പ്രമാണിച്ച് പെട്ടെന്ന് നടത്തേണ്ടി ചെയ്തത്. അതുകൊണ്ടാണ് ഈ തകരാറുള്ളത്. ജനുവരി മാസത്തിൽ പണി തുടങ്ങി. മാർച്ച് മാസത്തിൽ PWD കോൺട്രാക്ടറോട് വാട്ടർ അതോറിറ്റിയുടെ പണിയുള്ളത് കൊണ്ട് ഇത് നിർത്തിവെക്കാൻ പറഞ്ഞു. വാട്ടർ അതോറിറ്റിയുടെ പണിയാകണം, ഈ പണി നിർത്തിവെച്ചു. അപ്പോൾ ആ സമയത്തൊരു കാര്യമുള്ളത്, ഈ റോഡ് പണി വാട്ടർ അതോറിറ്റിയുടെ പണി നടക്കുന്ന ഭാഗത്ത് റോഡ് പണി നിർത്തിവെച്ചാൽ മതിയായിരുന്നു. പക്ഷേ PWD മൊത്തം പണി നിർത്തിവെക്കാൻ പറഞ്ഞു. ബാക്കിയുള്ള സ്ഥലത്ത് പണി ചെയ്യിപ്പിക്കാനോ ചെയ്യുന്നതിനോ ഉള്ള യാതൊരു നടപടിയും തിരിച്ചില്ല. അങ്ങനെയാണ് ഈ പണി മുടക്കുന്നത്. കോൺട്രാക്ടർ ഈ 2 വർക്കും കൂടെയുള്ള കൺസോളിഡേറ്റ് ഈ റോഡ് റീസ്റ്റോർ ചെയ്യുന്നത് വാട്ടർ അതോറിറ്റി പണി ചെയ്തതിന് ശേഷമുള്ള റീസ്റ്റോറേഷൻ സംബന്ധിച്ച്
ആ റീസ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആരാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ കോൺട്രാക്ടർ PWD റോഡിൻ്റെ എഗ്രിമെൻറ്റിൽ റെസ്റ്റോറേഷൻ ഇല്ല. അപ്പോൾ ആ റെസ്റ്റോറേഷൻ ആര് ചെയ്യും എന്നുള്ളൊരു തർക്കമാണ് ഉണ്ടായത്. അത് വന്നു കഴിഞ്ഞാൽ PWDയുടെ റോഡ് പണി ചെയ്യുന്ന കോൺട്രാക്ടർ അത് ചെയ്യണം. പക്ഷേ അയാൾ ചെയ്യാൻ വിസമ്മതിച്ചാൽ ആ കോൺട്രാക്റ്റ് അവസാനിപ്പിച്ചിട്ട് 2 വർഷം കൂടെ കൺസോളിഡേറ്റ് ചെയ്ത് പുതിയ എസ്റ്റിമേറ്റ് എടുത്ത് ചെയ്യണമെന്നാണ് സർക്കാരിൻ്റെ ഉത്തരവ്. അപ്പോൾ ഈ പഴുത് ഉപയോഗിച്ചുകൊണ്ടാണ് കോൺട്രാക്ടർ PWDക്ക് ഒരു കത്ത് കൊടുത്തത്. ആ കത്ത് കൊടുത്തിട്ട് ആ കത്തിൽ 5-ാം മാസത്തിലാണ് കത്ത് കൊടുക്കുന്നത്. 5-ാം മാസത്തിൽ കത്ത് കൊടുത്തപ്പോൾ PWDയുടെ വീഴ്ച കൊണ്ടാണ്, PWDയുടെ ഉത്തരവാദിത്വം നിർവഹിക്കാത്തതുകൊണ്ടാണ് എനിക്ക് പണി പൂർത്തിയാക്കാൻ കഴിയാത്തതെന്ന് ആ കത്തിൽ പറഞ്ഞു. രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് ചെയ്തത്. നമ്മുടെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇതിന് ശേഷം ഈ കമ്മിറ്റിക്ക് ശേഷം 250ഓളം ആൾക്കാർ വക്കം പഞ്ചായത്തിലേക്ക് ഒരു മാർച്ച് നടത്തുകയുണ്ടായി. നമ്മുടെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അടുത്ത 21-ാം തീയതി ഇന്നലെ കന്നി 5 ഇന്നലെ അവധി ദിവസമായിട്ടും റോഡ് പണി ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നാൾ CPM MLA ഇവരടങ്ങുന്ന എല്ലാ പേരും ഇത്രയും നാൾ ഉറങ്ങിപ്പോയോ? അവർക്ക് ജനങ്ങളുടെ പങ്കാളിത്തം കണ്ടപ്പോഴത്തേക്ക് ഹാലിളകി അവർ റോഡ് പണി ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ ജനങ്ങളുടെ പങ്കാളിത്തം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് പണി നടത്താമായിരുന്നു. അങ്ങനെയൊന്നും ഒരു ആവശ്യം വരത്തില്ലായിരുന്നു. അപ്പോൾ ജനങ്ങളുടെ യഥാർത്ഥ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു വർക്ക് ഇത്രയും ജനപങ്കാളിത്തം വന്ന് ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിക്കപ്പെടുന്നത് വരെ നിങ്ങൾ എന്തുകൊണ്ട് വെയിറ്റ് ചെയ്തു? ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ലായിരുന്നു. അതൊരു പ്രധാന ചോദ്യമാണ്. 1. 2, ഇപ്പോഴും ഇവർ തുടങ്ങിയെന്ന് പറഞ്ഞിരിക്കുന്ന വർക്ക് എത്ര നാളിനകം പൂർത്തിയാക്കും? അത് ജനനന്മയ്ക്ക് വേണ്ടി ഏത് ക്വാളിറ്റിയിലാണ് ചെയ്യുന്നത്? ഈ 2 കാര്യങ്ങൾ കൂടി അവർ മറുപടി പറയണം. ഇനി ഇത് മാത്രമല്ല, ഇത് വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വോട്ടിടുന്ന ജനങ്ങൾക്കെതിരെ ഒരു ഭീഷണി ആരെങ്കിലും തടുക്കാൻ വന്നു കഴിഞ്ഞാൽ കായികമായിട്ട് നേരിടും എന്നുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വക്കത്ത് ഒരു യുവജന സംഘടന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടു. വക്കത്തെ പ്രമുഖ ആൾക്കാരെല്ലാം അത് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ഇവിടെ കളിയാക്കി, വക്കത്തെ വീടുകളിൽ വന്നു കഴിഞ്ഞാൽ കഞ്ഞി കിട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ പോലും കളിയാക്കുന്ന രീതിയിൽ ഫേസ്ബുക്കിലൂടെ ഇതെല്ലാം ജനമധ്യത്തിൽ കൊണ്ടുവരേണ്ട കാര്യമാണ്. കാരണം വോട്ടിടുന്ന ജനങ്ങൾ അറിയണം അവരെ കായികമായിട്ട് നേരിടാനായിട്ട് ആൾക്കാർ റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വക്കം പഞ്ചായത്തിൽ ഇതിനെതിരെ സമരം നടത്തിയെന്ന് പറയുന്നത്, വക്കം പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസ് ഒരു തവണ റോഡ് ഉപരോധം നടത്തുകയുണ്ടായി. വക്കം പഞ്ചായത്തിലെ മുഖ്യ പ്രതിപക്ഷമായ BJP മെമ്പർമാരെല്ലാവരും കൂടി പഞ്ചായത്ത് ഓഫീസിൽ ധർണ നടത്തുകയുണ്ടായി. ഇത് അല്ലാതെ പ്രവാസിയായ വക്കം ചിപ്പി ഒരു ദിവസം ഈ റോഡിലൂടെ സഞ്ചരിക്കാത്ത വക്കം ചിപ്പി ഈ നാട്ടിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെ മുന്നിൽ ഒരു ധർണ ഇരിക്കുകയുണ്ടായി. ഇതല്ലാതെ പ്രത്യക്ഷത്തിൽ സമരം നടത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒന്നുമില്ല. ഈ ലോക്കൽ കമ്മിറ്റി ഈ ജനപങ്കാളിത്തം വരുന്നതുവരെ ഒരു ചെറുവിരൽ പോലും ഇതിനു വേണ്ടി അനക്കിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഈ കൂടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആൾക്കാരെല്ലാവരും ഉണ്ട്. ഇതിലിപ്പോൾ നമുക്കിവിടെ എല്ലാവർക്കും കൂടെ ഉള്ള ഒറ്റ രാഷ്ട്രീയമുള്ളൂ ഈ റോഡ് ശരിയാകുക എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഈ പൗരസമിതി കൂടുകയും പൗരസമിതി വന്നതിന് ശേഷം ഇപ്പോൾ ഇന്നലെ മുതലൂടെ റോഡ് പണി ആരംഭിച്ചു. എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ ഇലക്ഷന് മുമ്പ് 6 മാസം മുമ്പ് ഇപ്പോൾ ഈ നിങ്ങൾ ഈ കാണുന്ന ഈ റോഡ് ഇങ്ങനെ ആക്കിയിട്ടു, ഇതിങ്ങനെ ആക്കിയിട്ടു, പിന്നെ 6 മാസം ഒരു അനക്കമില്ല. ഇപ്പോൾ വീണ്ടും ഇന്നലെ റോഡ് പണി ആരംഭിച്ചിട്ടുണ്ട്. അത് ഇതേപോലെ ആകരുത്. അങ്ങനെ ആയാൽ ഈ പൗരസമിതി ഈ റോഡിന് വേണ്ടി മുന്നിലുണ്ടാകും. ഇതിനകത്ത് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫേസ് 1, ഫേസ് 2, ഫേസ് 3 ഇങ്ങനെ 3 രീതിയിലാണ് ഈ വർക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ആ വർക്ക് പോയിട്ടുള്ളതിൽ ഫേസ് 1ഉം ഫേസ് 2ഉം ഏകദേശം 90% പൂർത്തിയാവുകയും ഫേസ് 3 ഇനിയും പൂർത്തിയാവാനായിട്ട് ബാലൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കാണുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ആറ്റിങ്ങലിൻ്റെ MLA ഇവിടെ ഈ AE ഓഫീസ് ഉപരോധിക്കുന്ന ഒരു സമയത്ത് പോലും 3rd ഫേസിലേക്കുള്ള ഡിമാൻഡ് നോട്ടീസ് PWDയുടെ ഓഫീസിൽ നിന്ന് വാട്ടർ അതോറിറ്റിയിൽ കൊടുത്തിട്ടില്ല. ഇത് നിങ്ങൾക്ക് ഇന്ന് കാണാൻ പറ്റും. അതായത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അന്ന് ഡിമാൻഡ് നോട്ടീസ് കൊടുക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:28 അപ്പോൾ അതാണ് ഇതിനകത്തുണ്ടായത്. അതായത് ഒരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ MLAക്ക് PWDയെയും വാട്ടർ അതോറിറ്റിയെയും തമ്മിൽ കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കാതിരുന്നതാണ് ഈ റോഡിൻ്റെ ഏറ്റവും വലിയ വീഴ്ച. അതിന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തായതിനാൽ ആ പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗത്തൂടെ പോകുന്ന റോഡ് നശിച്ചു കിടന്നു കഴിഞ്ഞാൽ ജനരോക്ഷം
പഞ്ചായത്ത് ഭരണസമിതിയുടെ മുന്നിൽ കൊണ്ടെത്തിക്കുക എന്നുള്ള MLAയുടെ തന്ത്രത്തിന് ഈ നാട്ടിലെ പൊതുജനം നൽകിയ ഒരു മറുപടി കൂടിയാണ് ഇതെന്ന് പറയുന്നത്. ഇപ്പോൾ MLA പോവുകയും AEയുടെ ഓഫീസിൽ ഒരു ഉപരോധം സംഘടിപ്പിക്കുകയും റോഡ് പണി തുടങ്ങുകയും ചെയ്തു. ഒരു MLA സംബന്ധിച്ചിടത്തോളം MLA അവരുടെ ഓഫീസിനകത്തിരുന്ന് 2-3 ഫോൺ കോൾ നടത്തി കഴിഞ്ഞാൽ ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ വരേണ്ടതാണ്. പിന്നെ എന്തിനാണ് MLA ഈ ഒരു നിലപാടെടുത്തതെന്നുള്ള പൊതുജനം തിരിച്ചറിയണം. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ ഒരാൾക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഇതുവഴി ഒരു വയ്യാതായാൽ ഒരാളിന് ഒരു ആംബുലൻസിൽ ഒരു ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും ആ ആളിൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കും. ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. 14 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് ഈ റോഡേ തന്നെ കഷ്ടപ്പെട്ടിട്ട്. അന്ന് തോപ്പിക്കുളത്തെ ഗേറ്റിൻ്റെ അവിടുത്തെ കഷ്ടപ്പാടിൽ ഒരു കുട്ടി ഇല്ലാതായ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഈ നമ്മുടെ നാട്ടിലെ ഒരു സർവേ എടുത്ത് നോക്കിയാൽ അറിയാം, എത്ര വീടുകളിൽ ചോദിച്ചാൽ അറിയാം എത്ര പെൺകുട്ടികൾ ആറ്റുനോറ്റിരുന്നിട്ട് കുഞ്ഞുങ്ങളുണ്ടായത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന്. അതാരും ഇങ്ങനെ ഒരു പൊതു സഭയിൽ വന്ന് പറയില്ല. പറയാൻ അവർക്ക് നാണക്കേടായിരിക്കും, ചിലപ്പോൾ ചിലർക്ക് ഭയങ്കര വിഷമമായിരിക്കും. ഇത്രയും ആൾക്കാർ ഇവിടെ താമസിക്കാൻ പറ്റാതെ വേറെയുള്ള സ്ഥലങ്ങളിൽ പോയി താമസിക്കുന്നു. ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വാടക വീടെടുത്ത് താമസിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരെ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളെ ഈ നാട് ഒറ്റപ്പെട്ടു. ഇത്രയും ഈ കേരളത്തിൻ്റെ തന്നെ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന ഒരു സ്ഥലം. ഈ നാട്ടിൽ ആർക്കും വരണ്ട. ഇവിടെ ഈ നാട് ഒറ്റപ്പെടുത്തിയിട്ടിരിക്കുകയാണ്. ഇത്രയും കാലം ഒറ്റപ്പെട്ട് സഹിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. എന്നെ വേറൊരു സ്ഥലത്ത് നിന്ന് ഇവിടെ കെട്ടിക്കൊണ്ടുവന്നതാണ്. എൻ്റെ നാട്ടിൽ നിന്ന് എനിക്ക് അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് കടന്നു പോകാൻ ഞങ്ങൾക്ക് നിവർത്തിയില്ല. ഒരു നട്ടലിന് ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു വ്യക്തി ഇവിടെ നിന്ന് ഒരു വണ്ടിയിലൊന്ന് യാത്ര ചെയ്ത് പോകുകയെന്ന് പറഞ്ഞാൽ ഒരു ദിവസം നിങ്ങളിതിൽ യാത്ര ചെയ്താൽ അറിയാൻ പറ്റും. ജനുവരിയിൽ തുടങ്ങിയ വർക്ക് മാർച്ചിൽ നിർത്തി കഴിഞ്ഞിട്ട് ബാക്കി ഇത്രയും നാൾ ഇവരൊക്കെ എവിടെ പോയിരുന്നു? ഞങ്ങളുടെ ഒരു പ്രകടനം ഒരു ദിവസത്തത് കണ്ടപ്പോഴാണ് ഈ പിറ്റേന്ന് ഇവരുടെ ഉപരോധ സമരവും പിറ്റേന്ന് ഈ വർക്ക് തുടങ്ങിയതൊക്കെ. ഇത് എങ്ങനെ ഉണ്ടായി? അപ്പം ഈ വർക്ക് ഇവർക്ക് നേരത്തെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നോ? ഇത് ആരാണപ്പോൾ ഇത് തടഞ്ഞു വെച്ചിരുന്നത്? ഇത് ആര് തടഞ്ഞു വെച്ചിരുന്നതെന്ന് നമുക്ക് അറിയണ്ടേ? ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ? വക്കത്ത് ജനങ്ങളെ ഇത്രയും മണ്ടന്മാരാക്കിയ ഒരു ഭരണം. ഞാൻ ഒരു പാർട്ടീനെയും പറയുന്നില്ല, ഞാൻ ഒരു പാർട്ടിയിലും ഉള്ള ആളല്ല. ഈ നാട്ടിലെ ഒരു വെറും സാധാരണപ്പെട്ട ഒരു വ്യക്തിയാണ്, ഒരു രോഗിയായ ഒരു വ്യക്തിയാണ്. എനിക്ക് എൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തണം. ഈ പൗരസമിതിയുടെ കീഴിൽ ഒരു ഉപരോധ സമരം നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ ഭയന്നുകൊണ്ട് വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ MLAയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഒരു പൊതു അവധിയായിട്ട് പോലും രാവിലെ മുതൽ പണി ആരംഭിച്ചിട്ടുണ്ട്. അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയും അല്ലെങ്കിൽ ഈ പൗരസമിതിയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവരെ മുന്നോട്ട് പോകരുത് എന്നുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് മാത്രമാണ്. ഇവരിവിടെ ഉന്നയിച്ചിരുന്ന പ്രധാന പ്രശ്നം ഒരു സംഘടന V4 വക്കം എന്ന സംഘടനയുടെ ഇടപെടലും പിന്നെ വാട്ടർ അതോറിറ്റിയുടെ ഇഷ്യൂസും. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ 2 ദിവസം കൊണ്ട് ഈ സംഘടനയെ അവരുന്നയിച്ചിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടോ? അത് PWDയോ വാട്ടർ അതോറിറ്റിയോ വന്ന് ഇവിടെ പൈപ്പ് ലൈനിൻ്റെ വർക്കുകൾ എന്തെങ്കിലും ചെയ്തു? യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഇഷ്യൂസ് എല്ലാം നിലവിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് തടസ്സം നിന്നത് ആരാണ്? ഈ വർക്കിന് തടസ്സം നിന്നത് ആരാണെന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കണം. ജനങ്ങളുടെ ശക്തിയെ ഇവർ വില കുറച്ച് കണ്ടു. അതിനുള്ള ഫലമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ റോഡ് പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത് അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചാണ്. എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടി ഒരു പണിയല്ല നമുക്കിവിടെ വേണ്ടുന്നത്. അതിന് കൃത്യമായ രീതിയിലുള്ള വാറണ്ടിയും ഈ വാറണ്ടി ടൈമിനുള്ളിൽ എന്തെങ്കിലും മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ അത് കവർ ചെയ്യാനുള്ള തുക കരാറുകാരനിൽ നിന്നോ അല്ലെങ്കിൽ അതിനെ ഒരു റിട്ടൻഷൻ എമൗണ്ട് അവിടെ പിടിച്ചു വെക്കേണ്ട ഒരു ആവശ്യം അവിടെ ഉണ്ട്. അല്ലാതെ പണി നടത്തി ആ പൈസയും മേടിച്ച് കോൺട്രാക്ടർ പോകുന്ന ഒരു രീതി ഇവിടെ ഉണ്ടാവാൻ പാടില്ല. തക്കതായ ആ കറക്റ്റ് ടൈമിലേക്കുള്ള ഒരു വാറണ്ടി നമുക്ക് തരേണ്ടതാണ്. അത് രേഖാമൂലം നൽകണമെന്നാണ് എൻ്റെ ഒരു ആവശ്യം. നമ്മുടെ നാട്ടിൽ നിന്ന് ഈ റോഡ് ഇത്രയും ശോചനീയാവസ്ഥയിലായിട്ട് ഏകദേശം 1.5 വർഷം കഴിഞ്ഞു. ഈ 1.5 വർഷത്തിനകത്ത് അവരവിടെ ഇവിടെയും കുറേ മണ്ണ് വാരിക്കൊണ്ടുവന്ന് ഒരു 99% ആൾക്കാരും കാല് മുടന്തന്മാരും കൈ മുടന്തന്മാരും ഒക്കെയാണ്. ഈ റോഡിൽ കൂടെ പോയി ആൾക്കാർ അത്രയും ഈ പൊടി ശ്വസിച്ച് ഒരു 80% ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ഈ മരണത്തിന് ഉത്തരവാദി നമ്മളല്ല, വേറെ ആരായിരിക്കും ഉത്തരവാദി? അതുകൊണ്ട് ഈ റോഡ് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം. എല്ലാ ആൾക്കാർക്കും വാഹന നിയന്ത്രണമായിരുന്നാലും ഏത് കാര്യത്തിനും പോകാനും വരാനും ഒരു ആട്ടോ വിളിച്ചാൽ ഒരു ആട്ടോക്കാരൻ വരില്ല, ഒരു കാർ പിടിച്ചാൽ ഒരു കാറുകാരൻ വരില്ല. കാര്യം വക്കൻ റോഡ് അത്രയ്ക്ക് നാശമാണെന്നാണ് അവർ പറയുന്നത്. അവരുടെ വണ്ടി ചീത്തയായി പോകും. അതുകൊണ്ട് നമുക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ, എല്ലാ ജനങ്ങളും കൂടെ ചേർന്ന് നമ്മളെ ഈ റോഡ് പഴയതിലും ഒത്തിരി കൂടെ ഹൈടെക് റോഡാക്കണമെന്നാണ് അഭിപ്രായം. അപ്പോൾ റോഡിൻ്റെ പ്രാരംഭ നടപടി ആരംഭിച്ചപ്പോൾ തന്നെ സംഘടനകൾക്ക് സ്വാഭാവിക ഒരു വർക്ക് തുടങ്ങുമ്പോൾ പ്രദേശവാസികളുള്ള ആളുകൾ, വ്യക്തികൾ, അതുപോലെ സംഘടനകൾക്ക് ഇതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ കാണും, അല്ലെങ്കിൽ അവർക്ക് അഭിപ്രായങ്ങൾ കാണും. അതിൻ്റെ ഭാഗമായിട്ടൊരു സംഘടന രംഗത്ത് വരികയും അവരവരെ കുറേ ആവശ്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യും. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട, കേരളത്തിൽ എല്ലായിടത്തും വർക്കും പ്രായോഗികമായ രീതിയിൽ നിയമപരമായിട്ട് പ്രായോഗികത എന്നൊരു സംഭവം. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ പറയുന്ന ആരോപണങ്ങൾ പ്രായോഗികതയല്ല.
ഇപ്പം തന്നെ മെനഞ്ഞാന്ന് ഇന്നലെയൊക്കെ തന്നെ അത് മനസ്സിലാക്കി അവർക്കും ബോധ്യപ്പെട്ട് കാണും. അതിൻ്റെ ഭാഗമായിട്ട് അത് തടസ്സവാദങ്ങളും തടസ്സ പരാതികളൊന്നും അവർ മെയിനായിട്ട് ഉന്നയിച്ച കാര്യം എന്ന് വെച്ചാൽ റോഡിൻ്റെ ക്വാളിറ്റി നന്നായിരിക്കണം. അവർ മുന്നേ എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റിലും മറ്റും അവർ പറയുന്ന കാര്യങ്ങൾ ഈ ഫോറം സംഘടന പറയും നമ്മൾ പൈസ അടയ്ക്കാം, പിന്നെ എഞ്ചിനീയറിംഗ് വിഭാഗം ക്വാളിറ്റി സംവിധാനം പരിശോധിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു സർക്കാർ സംവിധാനത്തിൽ നമ്മൾ രാജ്യത്ത് ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് നമ്മൾ അംഗീകരിച്ചു കൊണ്ടുപോകണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും സർക്കാരിന് തന്നെ ഈ PW റോഡ് വർക്ക് ചെയ്യും ക്വാളിറ്റി കൺട്രോൾ ചെയ്യാനും നോക്കാനും സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ കൊണ്ട് ഞാനും ഒരു പരാതി ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ജനങ്ങളുടെ ആവശ്യം എന്താണ്? റോഡ് നല്ല രീതിയിൽ ചെയ്തെടുക്കും. അത് അവർ പറയുന്ന അംഗീകരിക്കുന്നുണ്ട്, അത് അവർ പറയുന്ന കാര്യമാണ്. പക്ഷേ ഈ സംവിധാനം ഉള്ളപ്പം അത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു രീതി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് ജനകീയ കമ്മിറ്റി സ്വാഗതാർഹം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ജനങ്ങളൊരു വിഷയം വരുമ്പം ഇത് പല തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. പല സോഷ്യൽ മീഡിയയിൽ യഥാർത്ഥ വിഷയം എന്താ ജനകീയ കമ്മിറ്റി പോലും ബോധ്യപ്പെട്ട എനിക്ക് സംശയമുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷയം ഉണ്ടായത്? അത് സ്വാഭാവികം ജനകീയ കമ്മിറ്റി വിളിക്കുന്നവരെന്ത് ചെയ്യണം? അവരോട് പറയണം ആരുടെ ഭാഗത്താണ് തെറ്റ്, അല്ലെ എങ്ങനെ പരിഹരിക്കണം. അതിന് ചർച്ചകളുണ്ടാണ്. അത്തരത്തിൽ ജനകീയ കമ്മിറ്റിയിൽ ഉണ്ടാകുന്ന ചോദിച്ചാൽ അങ്ങനെ ഭാഗം ഉണ്ടായിട്ടില്ല. അവർ ജനാധിപത്യ സമരം ചെയ്തിട്ട് അത് എതിരഭിപ്രായം നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇതെല്ലാം കൂടെ പറയുമ്പം ചുരുക്കി പറഞ്ഞാൽ രണ്ട് സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിൽ ഒരു ഏകോപനം ഇല്ലാത്തതാണ് ഇതിന് ഇത്രയും കാരണം. ഏകോപനം എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ PW അതിൻ്റെ മാനദണ്ഡങ്ങൾ വകുപ്പുകളുണ്ട്, അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിക്കുണ്ട്. ചുരുക്കി പറഞ്ഞാൽ റെയിൽവേ ട്രാക്ക് പോകണം സമാന്തരമായി ഇതങ്ങ് പോയി. അതാണ് യഥാർത്ഥ വിഷയം. ഇപ്പോൾ അതൊരു പോയിന്റിൽ എത്തിയിട്ടുണ്ട്, ഒരു സിഗ്നൽ പോയിന്റ് എത്തിയിട്ടുണ്ട്. ഇത് നല്ലത് ചെയ്തെടുക്കാൻ പറ്റും. ഈ പറയുന്ന എല്ലാവരും സഹകരിക്കുക, നല്ലത് ചെയ്തെടുക്കാൻ പറ്റുന്നത് എൻ്റെ ശുഭാപ്തി വിശ്വാസം. പിന്നെ ഇത് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്ത ഇത് നമ്മൾ സർക്കാർ ഉപരി ഉള്ളതാണ്. നമുക്ക് ഇടപെടൽ സംസാരിക്കാൻ കത്തുകൾ കൊടുക്കാനേ പറ്റുള്ളൂ. പക്ഷേ ഇതിൻ്റെ നിത്യസ്ഥിതി അറിയണം. എന്തുകൊണ്ട് തടസ്സപ്പെട്ട് അത് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും കത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കമ്മിറ്റി ചർച്ച ചെയ്ത് ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത് വൈകിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ റിപ്പോർട്ട് ആവശ്യപ്പെടാൻ പഞ്ചായത്ത് കത്തി കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്ര ഒരു ജനപ്രതിനിധി ഞാൻ അതിൽ ചെയ്തിട്ടുള്ളത്. ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടറിഞ്ഞ് അധികൃതർ ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം അടിയന്തരമായി തന്നെ പൂർത്തീകരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഞാനിവിടെ ചോദിക്കാൻ പൂർത്തിയാകുന്നു. നമസ്കാരം.